എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ യൂട്യൂബിലിട്ട വീഡിയോക്ക് വന്ന ഒരു കമൻ്റാണിത്. എൻ്റെ വാപ്പ ഇന്നലെ മരണപ്പെട്ടു. എൻ്റെ വാപ്പ അവസാനമായി ഫാമിലി ഗ്രൂപ്പിലിട്ട വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സഹോദരനോ സഹോദരി അറിയില്ല മെസ്സേജ് ഇട്ടത്. എൻ്റെ ഉപ്പ എനിക്ക് ജീവനായിരുന്നു, നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക എന്ന മെസ്സേജോട് കൂടിയാണ് കമൻ്റ് ഇട്ടത്. അൽഹംദുലില്ലാ, എൻ്റെ ആ ഉമ്മയുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഉമ്മാനെ കുറിച്ച് പറഞ്ഞ് ഉമ്മാൻ്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് എൻ്റെ ഉമ്മ മരണപ്പെട്ടിരുന്നു, അതിനുശേഷം എനിക്കുണ്ടായ നഷ്ടം, ഉമ്മാൻ്റെ ആ ഒരു വാല്യൂയെ കുറിച്ച് പറഞ്ഞ വീഡിയോ 1.5 ലക്ഷം 2 ലക്ഷം ആൾക്കാർ യൂട്യൂബിൽ കണ്ട് ഒരുപാട് പേര് ആമി എന്നും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ, എൻ്റെ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പറഞ്ഞു വരുന്നത് ആ ഒരു വാപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി സ്വർഗ്ഗം നൽകട്ടെ. വാപ്പ അവസാനമിട്ട ആ ഒരു വീഡിയോ ആ ഫാമിലി ഗ്രൂപ്പിൽ നമ്മളുടെ വീഡിയോ ആയിരുന്നു, നല്ലൊരു മെസ്സേജ് ഉള്ള വീഡിയോ ആയിരുന്നു എന്നറിഞ്ഞൊരു സന്തോഷമുണ്ട്. ആ വാപ്പാക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. മകൻ ആഗ്രഹിച്ചതുപോലെ അവരെല്ലാവരും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പപ്പമാർ ഉമ്മമാർ, നമുക്ക് ഉമ്മയുടെ നഷ്ടം അതുപോലെ വാപ്പയുടെ നഷ്ടം. എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. വാപ്പ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾക്ക് അത്ര ഒരു ഫീൽ ആവുന്നില്ല എന്ന് എല്ലാ ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ ഉമ്മ നഷ്ടപ്പെട്ടതാണ് ശരിക്കും നമ്മൾ ഇരുട്ടാവുന്നത്. വാപ്പാനെ കുറിച്ച് അധികം ആൾക്കാരും അങ്ങനൊന്നും ഒരു ഫീലിംഗ് ഉണ്ടാവലില്ല. അപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ എന്നെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും മരണം മുന്നിൽ കണ്ടവനാണ് ഞാൻ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ വാപ്പ ഹൃദയാഘാതം മൂലം എൻ്റെ കൺമുന്നിൽ തന്നെ മരണപ്പെട്ടു. എൻ്റെ ഉമ്മയും അതേപോലെ ഹൃദയത്തിൻ്റെ രോഗം കൊണ്ടാണ് എൻ്റെ ഉമ്മയും മരണപ്പെട്ടത്. ഉപ്പയെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നില്ല എന്നൊരുപാട് ആൾക്കാർ പറയുമ്പോൾ നമ്മളൊരു ഉപ്പയാണ്, പ്രവാസികൾ കൂടുതൽ വാപ്പയാണ്. ഉപ്പമാർ ഒരുപാട് പക്ഷെ ഉമ്മാന്റെ അത്ര ഒന്നും വാപ്പമാർ സഹിക്കുന്നില്ല, ത്യാഗം സഹിക്കുന്നില്ല. നമ്മൾ അധ്വാനിക്കുന്ന പൈസ, പക്ഷെ ഉമ്മമാർ അവര് സല്യൂട്ട് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ വാപ്പായിട്ട് ഞാൻ പറയുന്ന എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കുന്നത് പോലെ 9 മാസം ഗർഭം ചുമന്ന് രാത്രി ഉറക്കമില്ലാതെ നമുക്കൊരു ദിവസം പറ്റുമോ? അങ്ങനെ ഉറക്കമില്ലാതെ പറ്റില്ല. അത് ഇപ്പോൾ സ്ത്രീകൾക്ക് അള്ളാഹു കൊടുത്തൊരു സ്ഥാനമാണ്, ഉമ്മാക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. 3 പ്രാവശ്യം പറഞ്ഞത് നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ, 4ാമത് പറഞ്ഞതാണ് ഉപ്പ എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അപ്പോൾ അല്ലാഹുമ്മ ഗഫിർലി വലി വാലിദയ്യ, അല്ലാഹുമ്മ ഗഫിർലി വലി വാലിദയ്യ, അല്ലാഹുമ്മ ഗഫിർലി വലി വാലിദയ്യ. 5 നേരവും ഈ 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാതെ, എൻ്റെ ഉമ്മ മരണപ്പെട്ട ശേഷം എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം കടന്നുപോയിട്ടില്ല. രണ്ടുപേർക്കും, എൻ്റെ ഉപ്പയ്ക്കും ഉമ്മാക്കും അല്ലാഹു ഗഫിർലി വലി വാലിദയ്യ എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേർക്കും കിട്ടും. അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അവരുടെ ഖബർ നാളെ വിശാലമാവുന്നുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ഉന്നത പദവികൾ അല്ലാഹു കൊടുക്കുന്നുണ്ട്. അതാണ് നാളെ മാതാപിതാക്കൾ ചോദിക്കുമത്രേ, ഞാൻ ഇത്ര വലിയ നന്മകൾ സൽക്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ ഇത്രയും ഉന്നത സ്ഥാനം കിട്ടുന്നത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ മാതാപിതാക്കളോട് അള്ളാഹു പറയുമത്രേ, നിന്റെ മക്കൾ അവിടെ ദുനിയാവിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവരോട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി വലി വാലിദയ്യ, അല്ലാഹുമ്മ ഗഫിർലി വലി വാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന 5 നേരവും പതിവാക്കുക. 5 നേരം സാധിക്കും, ഒരു നേരമെങ്കിലും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും നിങ്ങളുടെ ഉമ്മയും ഉപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് അവർ ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ച് ബേജാറാക്കിയിട്ട് അതൊന്നും അവർക്ക് കിട്ടില്ല. അവർ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന അവർക്ക് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കുക. അൽഹംദുലില്ലാ, നമ്മൾ മുസ്ലിങ്ങളാണ്, അങ്ങനത്തെ ഒരു അവസരം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ കിട്ടാനുള്ളത്? അവരവിടെ എത്ര സന്തോഷിക്കുക. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത 5 പേരും നിസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ അതാണ് നമുക്ക് ഉമ്മ മാതാപിതാക്കൾ കൊടുക്കുന്ന ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മളെ പോറ്റി വളർത്തതിന് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അത് തന്നെയാണ്. മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വത്ത്, അവർ ബാക്കിയാക്കുന്ന ഏറ്റവും വലിയ സ്വത്ത്. എഞ്ചിനീയറിംഗ് ഡോക്ടറും പഠിച്ചിട്ട് നിസ്കാരം ദീനും ഇല്ലാതെ നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും അതൊന്നും അവർക്കൊരു നേട്ടമേ അല്ല, ഒരു അഭിമാനമേ അല്ല. അത് നമുക്ക് പോലും അഭിമാനം, പിന്നല്ലേ അവർക്ക്. അതുകൊണ്ട് ദീനിയായി അള്ളാഹുവിന് 5 നേരം നിസ്കരിച്ച് സ്വാലിഹീങ്ങളായാൽ ആ മാതാപിതാക്കൾ ഭാഗ്യം ചെയ്തവരാണ്.